നമസ്കാരം. എല്ലാവർക്കും ശ്രീ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. നമ്മൾ 18 സിദ്ധന്മാരെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് പതഞ്ജലി സിദ്ധരെ കുറിച്ചിട്ടാണ്. പതഞ്ജലി സിദ്ധരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം യോഗശാസ്ത്രം, യോഗ അദ്ദേഹമാണ് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ പരമശിവനാണ് യോഗാ സമ്പ്രദായം, നടരാജൻ ആണ് യോഗാ സമ്പ്രദായം ഉണ്ടാക്കിയതെങ്കിലും അതിൽ റിസർച്ച് ചെയ്ത് സാധാരണക്കാർക്കും കൂടി യോഗ അഭ്യസിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ചത് പതഞ്ജലി സിദ്ധരാണ്. അനന്തൻ്റെ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ തന്നെ വ്യാകരണം, ആയുർവേദം എന്നിവയിലൊക്കെ അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ട്. ചിദംബരത്തുള്ള നടരാജനെ ആരാധിക്കുകയും ഉപാസിക്കുകയും സിദ്ധി നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സിദ്ധനാണ് പതഞ്ജലി സിദ്ധർ. അപ്പോൾ പതഞ്ജലി സിദ്ധരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.